ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടി വരട്ടിൻ്റെ റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ഏത് കഴിക്കാത്തവർക്കും ഈ രീതിയിൽ ചെയ്ത് നമ്മൾ കഴിച്ചു പോകും. നമുക്കതിൻ്റെ സ്മെല്ലൊന്നും കൂടുതൽ കുത്താത്ത രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ബോട്ടി ഇവിടെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റണം. ഞാനിവിടെ 2 കിലോ ബോട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ അരച്ച് വെച്ച അരപ്പും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കിയ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴുകി വെച്ചുകൊണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്, അടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഇതിലൊരു സ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് പോകാതിരിക്കാൻ. പക്ഷേ ഞാൻ ഒരു ടിപ്സ് യൂട്യൂബിൽ ഇതുപോലെ കണ്ടിട്ട് ചെയ്തതാണ്. പക്ഷേ ഫസ്റ്റത്തേൽ പോയില്ല, രണ്ടാമത്തേൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ബോട്ടിയിലൊക്കെ മുകളിലായിട്ട് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത ഉള്ളി ചേർക്കാറുണ്ട്. അത് കടിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. അതുപോലെ ഞാനൊന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു തക്കാളി കൂടി വേണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഒരു 4 പച്ചമുളക് നടുകെ കീറിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ടി ഒന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇനി ഈ എണ്ണയിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച അരപ്പിൻ്റെ ബാക്കി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്ക് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വലിയ ജീരകം ചേർക്കുമ്പോൾ നമുക്ക് ഈ ബോട്ടിയുടെ അധികമായിട്ടുള്ള സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ഉള്ളി ഇവിടെ നിന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബോട്ടി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിലൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പോ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ മല്ലിച്ചപ്പ് ചേർക്കേണ്ടവർക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. നമ്മൾ ജീരകം ആ ഓയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബോട്ടിയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഉള്ളി വെന്ത് പോകരുത്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.